സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കണ്ണ് എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. 50ഓളം ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ഭാഗം ഏതാണ്? ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗം പീതബിന്ദു ആണ്. പീതബിന്ദു കാഴ്ച സാധ്യമാക്കുന്ന ഭാഗം ദൃഷ്ടിപടലത്തിൽ. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ആരംഭിക്കുന്ന ഭാഗം. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? അന്ധബിന്ദുവാണ്. ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദുവിൽ നിന്നുമാണ് റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ആരംഭിക്കുന്നത്. അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രമാണ് കാഴ്ച സാധ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം. സെറിബ്രം. റെറ്റിനയിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാഡി ഏതാണ്? റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാഡി ഏത്? ഒപ്റ്റിക് നാഡി അല്ലെങ്കിൽ ക്രേനിയൽ നാഡി 2. ഒപ്റ്റിക് നാഡി അല്ലെങ്കിൽ ക്രേനിയൽ നാഡി 2 CN2 ആണ് റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാഡി. ഒപ്റ്റിക് നാഡി അല്ലെങ്കിൽ ക്രേനിയൽ നാഡി 2 CN2. ഒരു വ്യക്തിക്ക് പൂർണ്ണമായ കാഴ്ചക്ഷമതയ്ക്ക് കണ്ണിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? ഒരു വ്യക്തിക്ക് പൂർണ്ണമായ കാഴ്ചക്ഷമതയ്ക്ക് കണ്ണിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ. കണ്ണിന്റെ മുൻഭാഗമായ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ. കണ്ണിന്റെ മുൻഭാഗമായ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. അക്വസ് അറ വരുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ്. അക്വസ് അറ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നുമാണ്. ബ്ലഡിൽ നിന്നുമാണ് അക്വസ് ദ്രവം ഉണ്ടാകുന്നത്. ബ്ലഡിൽ നിന്നുമാണ് അക്വസ് ദ്രവം ഉണ്ടാകുന്നത്. കണ്ണിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അക്വസ് ദ്രവത്തിൽ നിന്നുമാണ്. കണ്ണിന് ആവശ്യമായ പോഷകങ്ങളും അതുപോലെ ഓക്സിജനും ലഭിക്കാൻ സഹായിക്കുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ്. കണ്ണിന്റെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയിലുള്ള അറ ഏതാണ്? കണ്ണിന്റെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയിലുള്ളതാണ് വിട്രിയസ് അറ. അപ്പൊ നമ്മൾ അക്വസ് അറ പഠിച്ചത് കണ്ണിന് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ളതാണ് അക്വസ് അറ എന്നത്. റെറ്റീനയ്ക്കും ലെൻസിനും ഇടയിലുള്ളതാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. നേത്രഗോളത്തിന് കണ്ണിന്റെ ആകൃതി നൽകുന്നതിന് സഹായിക്കുന്ന ദ്രവം. നേത്രഗോളത്തിന് കണ്ണിന്റെ ആകൃതി നൽകുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി നൽകുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിട്രിയസ് ദ്രവമാണ്. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എത്രയാണ്? നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 7 ഗ്രാം ആണ്. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 7 ഗ്രാം. പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കാഴ്ചയില്ലാത്തതിന് കാരണം എന്താണ്? നമുക്കറിയാം മൂങ്ങയ്ക്ക് പകൽ സമയത്ത് കാഴ്ച സാധ്യമല്ല. അതിന് കാരണം എന്താണ്? റെറ്റിനയില് കോൺ കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പൊ മൂങ്ങയ്ക്ക് റെറ്റിനയില് കോൺ കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പകൽ സമയത്ത് കാഴ്ചയില്ലാത്തത്. ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് എപ്പോഴാണ്? ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് 2 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് 2 ആഴ്ച പ്രായമാകുമ്പോൾ ആണ്. ഗർഭസ്ഥ ശിശുവിൽ കണ്ണിന്റെ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? 6 ആഴ്ച മുതൽ 8 ആഴ്ച
പ്രായമാകുമ്പോൾ ആണ്. 6 മുതൽ 8 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഗർഭസ്ഥ ശിശുവില് കണ്ണിന്റെ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ കണ്ണ് രൂപപ്പെടുന്നത് 2 ആഴ്ച ആകുമ്പോഴാണ്. അതുപോലെ കണ്ണിന്റെ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? 6 മുതൽ 8 ആഴ്ച പ്രായമാകുമ്പോഴാണ്. കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം ലൈസോസൈം ആണ്. ലൈസോസൈം ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം, ലൈസോസൈം. ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്ന എൻസൈം ഏതാണ്? ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്ന എൻസൈം ഏത് എന്ന് ചോദിച്ചാൽ ലൈസോസൈം ആണ്, ലൈസോസൈം. കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ടോണോമീറ്റർ ആണ്. ടോണോമീറ്റർ എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ. ടോണോമീറ്റർ. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോസിമീറ്റർ ആണ്. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോസിമീറ്റർ. രാത്രികാലങ്ങളിൽ പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നതിന്റെ കാരണം എന്താണ്? ടെപ്പേറ്റം ലൂസിഡം എന്ന ആവരണമാണ്. ടെപ്പേറ്റം ലൂസിഡം എന്ന ആവരണമാണ് രാത്രികാലങ്ങളിൽ പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നതിന് കാരണം. ടെപ്പേറ്റം ലൂസിഡം. കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുതുമായിരിക്കും, തലകീഴായതുമായിരിക്കും. കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ചെറുതുമായിരിക്കും, തലകീഴായതുമായിരിക്കും. ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതാണ് എന്ത്? ബൈനോക്കുലാർ വിഷൻ എന്നത്. ബൈനോക്കുലാർ വിഷൻ എന്താണ്? ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതാണ് ബൈനോക്കുലാർ വിഷൻ. അപ്പോൾ ബൈനോക്കുലാർ വിഷൻ എന്താണ്? ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതിനെയാണ് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2 കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വസ്തുക്കളുടെ അകലം, ആഴം എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധം ലഭിക്കുന്നതിനെ പറയപ്പെടുന്നതാണ് സ്റ്റീരിയോപ്സിസ് എന്ന്. സ്റ്റീരിയോപ്സിസ് എന്താണ്? 2 കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വസ്തുക്കളുടെ അകലം, അതുപോലെ ആഴം എന്നിവയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ലഭിക്കുന്നതാണ് സ്റ്റീരിയോപ്സിസ്. സ്റ്റീരിയോപ്സിസ് എന്നത്. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിന്റെ അവസ്ഥ. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിന്റെ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്നത്. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്താണ്? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു, പക്ഷേ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. ഈ കണ്ണിന്റെ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്നത്. നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ. നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്നത്. അപ്പൊ ഹൈപ്പർമെട്രോപ്പിയ എന്താണ്? നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു പോകുന്നു, അതുപോലെ വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയായിരിക്കും? റെറ്റിനയുടെ പുറകിലായിരിക്കും. നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നു, വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയുടെ പുറകിലാണ്. ഏതാണ്? ദീർഘദൃഷ്ടിയിലാണ്. ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിന്റെ രോഗാവസ്ഥ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. കണ്ണിന്റെ രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്നത്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ.
അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കണ്ണിന്റെ ഈ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ എന്നത്. നേത്രഗോളത്തിന്റെ നീളം സാധാരണയിൽ നിന്നും കൂടുന്നത് കൊണ്ട് വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ. നേത്രഗോളത്തിന് നീളം സാധാരണയിൽ നിന്നും കൂടുന്നത് കൊണ്ട് വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയിൽ എന്താണ് സംഭവിക്കുന്നത്? നേത്രഗോളത്തിന്റെ നീളം സാധാരണയിൽ നിന്നും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയായിരിക്കും? റെറ്റിനയുടെ മുന്നിലായിട്ടായിരിക്കും ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. കോർണിയയുടെയോ ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരു വസ്തുവിന്റെ കൃത്യമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന കണ്ണിന്റെ അവസ്ഥ. കോർണിയയുടെയോ ലെൻസിന്റെയോ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരു വസ്തുവിന്റെ കൃത്യമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന കണ്ണിന്റെ അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നത്. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്താണ്? കോർണിയയുടെയോ ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരു വസ്തുവിന്റെ കൃത്യമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നത്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? വിഷമദൃഷ്ടി സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടി പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിന്റെ രോഗാവസ്ഥ. നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കാത്ത കണ്ണിന്റെ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്നത്. വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ്. നിറങ്ങളെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ കഴിയാത്ത കണ്ണിന്റെ രോഗാവസ്ഥയാണിത്. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്ധതയാണ്. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ വർണ്ണാന്ധത. വർണ്ണാന്ധതയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ. വർണ്ണാന്ധതയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. കോൺ കോശങ്ങളിലുള്ള 2 or 3 പിഗ്മെന്റുകൾ ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധത മോണോക്രോമസി ആണ്. കോൺ കോശങ്ങളിലുള്ള 2 or 3 പിഗ്മെന്റുകൾ, ചുവപ്പ്, നീല, പച്ച എന്നിവയിൽ 2 or 3 പിഗ്മെന്റുകൾ ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് മോണോക്രോമസി. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റുകളിൽ ഒന്ന് മാത്രം, ചുവപ്പ്, നീല, പച്ച, ഇതിൽ ഒന്ന് മാത്രം ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് ഡൈക്രോമസി എന്നത്. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റുകളിൽ ഒന്ന് മാത്രം ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് ഡൈക്രോമസി. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളെല്ലാം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ വസ്തു വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളെല്ലാം ഉത്തേജിക്കപ്പെടുമ്പോൾ വസ്തു ഏതു നിറത്തിലാണ് കാണപ്പെടുന്നത്? വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകൾ ഒന്നും തന്നെ ഉത്തേജിക്കപ്പെടുന്നില്ല എങ്കിൽ വസ്തു കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളിൽ ഒന്നും തന്നെ ഉത്തേജിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു. വർണ്ണാന്ധത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? വർണ്ണാന്ധത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്തിനു വേണ്ടിയുള്ള ടെസ്റ്റാണ്? വർണ്ണാന്ധത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ്. ജീവകമേയുടെ അഭാവം മൂലം രാത്രി കാലങ്ങളിൽ വ്യക്തമായ കാഴ്ച ഇല്ലാതാകുന്ന കണ്ണിന്റെ രോഗാവസ്ഥ.
ജീവകമേയുടെ അഭാവം മൂലം രാത്രികാലങ്ങളിൽ വ്യക്തമായ കാഴ്ച ഇല്ലാതാകുന്ന കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നത്. നേത്രഗോളത്തിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗം. നേത്രഗോളത്തിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദ കാഴ്ച അപഹാരകൻ എന്നും അറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. നേത്രഗോളത്തിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്നതാണ് ഗ്ലോക്കോമ. നിശബ്ദ കാഴ്ച അപഹാരകൻ എന്നും അറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. ദീപങ്ങൾക്കു ചുറ്റും വലയങ്ങൾ രൂപപ്പെടുന്നത് പോലെ തോന്നുന്ന രോഗാവസ്ഥ. ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ രൂപപ്പെടുന്നത് പോലെ തോന്നുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് തിമിരമാണ്. തിമിരം. നേത്രാവരണത്തിനുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ചെങ്കണ്ണ് അഥവാ കൺജക്റ്റിവിറ്റീസ് എന്നത്. നേത്രാവരണത്തിനുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ചെങ്കണ്ണ് അഥവാ കൺജക്റ്റിവിറ്റീസ് എന്നത്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം. പിങ്ക് ഐ, ചെങ്കണ്ണാണ് പിങ്ക് ഐ എന്ന് അറിയപ്പെടുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പി എന്നത്. അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് തിമിരം. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്നത്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന രോഗാവസ്ഥ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന രോഗാവസ്ഥയാണ് മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ എന്നത്. മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ എന്താണ്? കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന രോഗാവസ്ഥയാണ് മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ എന്നത്. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം എന്നീ രോഗങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റീവ് പിഴവുകൾ മാറ്റുന്നതിനുള്ള നൂതന മാർഗം. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം എന്നീ രോഗങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റീവ് പിഴവുകൾ മാറ്റുന്നതിനുള്ള നൂതന മാർഗമാണ് ലാസിക് സർജറി. ലാസിക് സർജറി. കണ്ണുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരുവാൻ സാധ്യതയുള്ള 50ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.